മനുഷ്യ മൃഗസംഘർഷത്തിൽ മരണസംഖ്യയുടെയും നാശനഷ്ടങ്ങളുടെയും വിവരങ്ങൾ ഇല്ലെന്ന് കേന്ദ്ര സർക്കാർ. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിനാണ് കേന്ദ്രം രേഖാമൂലം സഭയിൽ മറുപടി നൽകിയത്. വന്യമൃഗങ്ങൾ മൂലമുണ്ടായ മരണങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം സർക്കാർ നൽകിയില്ല. കേരളത്തോടുള്ള ഇരട്ട നീതിയാണ് വ്യക്തമാകുന്നതെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി പറഞ്ഞു. സിബി ജോസഫ് തുടരുന്നുണ്ട്. സിബി, കേന്ദ്രത്തിനെതിരെ, കേന്ദ്ര നയങ്ങൾക്കെതിരെ വലിയ വിമർശനം ഉയർന്നു വന്ന വിഷയം കൂടിയാണ്. പൂർണ്ണമായും കൈമലർത്തുകയാണോ കേന്ദ്ര സർക്കാർ? മനുഷ്യമൃഗ സംഘർഷം വന്യജീവി ആക്രമണം എന്ന നിലയിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ 1972 വന്യജീവി സംരക്ഷണ നിയമം അത് ഭേദഗതി ചെയ്യണമെന്ന ആവശ്യം കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങൾ നിരവധി തവണ ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പോഴും കേന്ദ്ര സർക്കാർ ഇതിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. മാത്രമല്ല ഈ കാര്യം ആലോചനയിൽ പോലും ഇല്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഇന്നിപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി 3 ചോദ്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഈ മനുഷ്യമൃഗ സംഘർഷം മൂലമുണ്ടായ മനുഷ്യജീവനുകളുടെയും മറ്റു വിളകളുടെയും എല്ലാത്തിന്റെയും നഷ്ടം അത് സംസ്ഥാന അടിസ്ഥാനത്തിൽ ലഭിക്കുക. അതുപോലെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 62 പ്രകാരം 2020 മുതൽ ഇന്ന് വരെ എത്രത്തോളം ഈ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ എല്ലാത്തിന്റെയും കൃത്യമായി ചോദിക്കുകയായിരുന്നു. പക്ഷേ ഇതിൽ കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി എന്ന് പറയുന്നത് ഈ മനുഷ്യമൃഗ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രത്തോളം മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സംസ്ഥാന തലത്തിൽ തിരിച്ച് ലഭ്യമല്ല, വിവരം ലഭ്യമല്ല എന്നുള്ള മറുപടിയാണ് ലഭിച്ചത്. അതുകൂടാതെ രാജ്യവ്യാപകമായി ഈ വന്യജീവികൾ മൂലമുണ്ടാകുന്ന കാർഷിക നഷ്ടം അതും കൃത്യമായി അതിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നില്ല എന്നും ഇപ്പോൾ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ ആനകൾ, അതായത് ആനകളുടെ ആക്രമണത്തിൽ 2869 പേർ കഴിഞ്ഞ 5 വർഷത്തിനിടെ മരിച്ചിട്ടുണ്ട്. കടുവകളുടെ എണ്ണത്തിൽ ആക്രമണത്തിൽ 378 പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മറ്റ് വന്യമൃഗങ്ങളുടെ പോലുണ്ടായ മരണത്തെക്കുറിച്ച് ഒരു വിവരവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തില്ല എന്നും ഈ ഒരു ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര സർക്കാർ പറയുന്നു. അതുകൂടാതെയാണ് ഈ വിളകൾ മൂലമുണ്ടാകുന്ന നഷ്ടം, കാർഷിക വിളകളുടെ നഷ്ടം അത് എത്രത്തോളമാണെന്നും ഒരു മന്ത്രാലയം ശേഖരിക്കുന്നില്ല, വിവരങ്ങൾ ശേഖരിക്കുന്നില്ല എന്നുള്ള വിവരം കൂടി നൽകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കാട്ടുപന്നികളെ എല്ലാത്തിന്റെയും ക്ഷുദ്രജീവിയെ പ്രഖ്യാപിക്കുന്ന ആവശ്യവും കേരളം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഈ കാട്ടുജീവികളായി അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലും അതുപോലെ ഉത്തരാഖണ്ഡിലും ബീഹാറിലും ഒക്കെ ഈ കാട്ടുപന്നികളെയും ചില വർഗത്തിൽപ്പെട്ട കുരങ്ങുകളെയൊക്കെ ക്ഷുദ്രജീവിയെ പ്രഖ്യാപിക്കുന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ അതെല്ലാം നിലയിൽ കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്നുണ്ട്. പക്ഷേ കേരളത്തിന് മാത്രം ആ അനുമതി നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് തീർത്തും ഇരട്ട നീതിയാണെന്നും ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ മറുപടിയെ തോന്നുന്നത് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. സിബി ജോസഫാണ് ഇരു വാർത്തയുടെയും വിശദാംശങ്ങൾ നൽകിയത്.